തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. 2013 തന്നെ ബലക്ഷയം കണ്ടെത്തിയ കെട്ടിടം എന്തുകൊണ്ട് പുതുക്കി പണിത ശേഷവും അതിലേക്ക് മാറ്റിയില്ല? എന്തുകൊണ്ട് ആളുകൾ അവിടെ പോകുന്നത് തടയാൻ കഴിഞ്ഞില്ല? ഏത് സംവിധാനത്തിന്റെ പിഴവ് കൊണ്ടാണ് ബിന്ദുവിന് ജീവൻ കൊണ്ട് മറുപടി നൽകേണ്ടി വന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സൂര്യശ്രീ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവരുടെ മുദ്രാവാക്യം? പ്രതിഷേധം ശക്തമായിരുന്നു. ഗോപികൃഷ്ണൻ മെഡിക്കൽ കോളേജ് പരിസരത്താകെ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ അന്തരീക്ഷമാണുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും VN വാസവന്റെയും രാജി ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അടക്കമുള്ളവർ വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ ഒരു ദാരുണ മരണത്തിന്റെ ഉത്തരവാദികൾ തികച്ചും ഈ VN വാസവനും മന്ത്രി വീണ ജോർജുമാണെന്ന് ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ മന്ത്രിമാർക്കടക്കം വലിയ രീതിയിലൊരു വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും BJP അടക്കം നിരവധി പാർട്ടികൾ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ മന്ത്രിമാർ എത്തിയപ്പോൾ വലിയ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനം നന്നായി നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകില്ല എന്നായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധക്കാരൊക്കെ വരുന്നത്. കെട്ടിടത്തിലടക്കം ബലക്ഷയമുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ്. എന്നിട്ട് പോലും ഒരു നടപടിയെടുക്കാൻ അധികൃതരോ മന്ത്രിമാരോ ആരും തന്നെ തയ്യാറായില്ല. രക്ഷാപ്രവർത്തനത്തിൽ 2.5 മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ അവിടെ നിന്ന് ലഭിക്കുന്നത്. ആ സ്ത്രീയുടെ മരണത്തിന് കാരണം രക്ഷാപ്രവർത്തനം വൈകിച്ചതിലുള്ള വൈകിപ്പോയി എന്നുള്ള കാരണമാണ് ഇത്തരത്തിൽ പ്രവർത്തകർ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകി എന്ന ഒരു ആരോപണം